ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കേരള വ്ളോഗ്സിൽ നമ്മൾ പോകുന്നത് ഒരു യാത്രയാണ്, അമ്പലങ്ങളിലുള്ള യാത്രയാണ്. എവിടെയൊക്കെയാണ് പോയത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നേരെ തേനൂരിന്ന്, അതായത് കണ്ണേട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മളുടെ യാത്ര എന്ന് പറയണത് നമ്മുടെ പാമ്പാടിയിലുള്ള സർപ്പക്കാവിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ കൊല്ലവും വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർപ്പക്കാവുകൾ വിസിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ഞാൻ എപ്പോഴും എല്ലാ കൊല്ലവും പോകുന്ന ഒരു ഇത് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ പാമ്പാടി സർപ്പക്കാവിലേക്ക് ഞാൻ എല്ലാവരും എപ്പോഴും വന്നു കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് പോവാറുണ്ട്. സോ രാവിലെ നേരത്തെ തന്നെയാണ് പോയത്. വെറും വയറ്റിലാണ് പോകേണ്ടത്. സർപ്പക്കാവ് വിസിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ വെറും വയറ്റിൽ രാവിലെ നേരത്ത് പോയി വിസിറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഒരു രാവിലത്തെ എല്ലാവരും വെറും വയറൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കഴിക്കുന്നത് കുറച്ച് നല്ല രീതിയിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇളനീരാണ് കുടിച്ചത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുട്ടികൾക്ക് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് ഒന്നുമില്ല, സോഡാ സർബത്ത് അങ്ങനത്തെ ഒന്നുമില്ല, വെറും ഇളനീര് മാത്രമേ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൂ, ഒരു സേഫ്റ്റി റീസൺ എന്നുള്ള നിലയിൽ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് നെല്ലുവായിലുള്ള ധന്വന്തരി ക്ഷേത്രത്തിലേക്കാണ്. നിങ്ങൾ ഒരുപാട് പേര് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും നെല്ലുവായിലുള്ള ധന്വന്തരി ക്ഷേത്രം. അവിടെ മുക്കുടി എന്ന് പറയുന്ന ഒരു എന്താണ് പറയുക നിവേദ്യമുണ്ട്, അവിടുത്തെ വഴിപാട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഗുരുവായൂരാണ്. അന്ന് ഗുരുവായൂർ സ്റ്റേ ഉണ്ട്. ഒരുപാട് പേരെ എനിക്ക് കാണാൻ പറ്റി. നിങ്ങൾ ഒരുപാട് പേരെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു, ചോദിച്ചു വിൻചേച്ചിയെ കണ്ടതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പേരെ അതിൽ കാണാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം. ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് സൗത്ത് നടയിലുള്ള ലൈലാക്ക് എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു. വളരെ നല്ല ഹോട്ടൽ, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇറ്റ്സ് റിയലി നൈസ്. നമ്മുടെ ആ വനമാല ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, നേരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈലാക്ക് ഹോട്ടൽ കാണാൻ പറ്റും. നല്ല നീറ്റ് ആൻഡ് സ്പേഷ്യസ് റൂംസാണ്, ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ് അവരുടെ. സോ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം പോയി എല്ലാം ശീവേലി തൊട്ട് രാത്രിത്തെ തൃപ്പുക വരയ്ക്കും നമ്മളെല്ലാം കഴിഞ്ഞ് തൊഴുതിട്ടാണ് ഞങ്ങൾ വന്നത്. സോ ഇതായിരുന്നു ഞങ്ങളുടെ കോസ്റ്റ്യൂം ആൻഡ് അറ്റയർ. അടുത്ത ദിവസം പിന്നെ ബാക്കിയുള്ള അമ്പലങ്ങളും നമുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നു. അടുത്ത ദിവസം റൂം വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ തൃപ്രയാർ. അപ്പോൾ പോണതിന് മുമ്പായിട്ട് തന്നെ മമ്മിയൂർ, പാർത്ഥസാരഥി ക്ഷേത്രം, വെങ്കടാചലപതി എല്ലാം കവർ ചെയ്തിട്ടാണ് നമ്മൾ നേരെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. എല്ലാ കൊല്ലവും വന്നു കഴിഞ്ഞാൽ പോകുന്ന ഒരു ക്ഷേത്രത്തിലൊന്നാണ് തൃപ്രയാർ. അത് കണ്ണേട്ടൻ്റെ, അതായത് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എപ്പോഴും എല്ലാ പ്രാവശ്യവും അത് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് വന്നത്. എന്താ വെച്ചാൽ അമ്മ എല്ലാ കൊല്ലവും ഞങ്ങളെ കൊണ്ട് പോവാറുണ്ട്. സോ അതൊരു റുട്ടീനായിട്ടുള്ള രീതിയിൽ മാറിയതാണ്. കല്യാണത്തിന് മുമ്പൊക്കെ ഞങ്ങൾ വളരെ റെയറാണ് തൃപ്രയാർ ആ ഭാഗങ്ങളിലേക്കൊക്കെ വരുന്നത്. ഗുരുവായൂർ വരയ്ക്കും വരുന്നത് തന്നെ അതോടുകൂടിയിട്ടായിരുന്നു സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നത്. തൃപ്രയാർക്കൊക്കെ അതിന് വേണ്ടിയിട്ട് വരുമായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 20 ഇയേഴ്സായി ഞാൻ എല്ലാ കൊല്ലവും ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വരാറുണ്ട്. ബിക്കോസ് അമ്മ വളരെ നിർബന്ധമായിട്ട്, എങ്ങനെയാണോ നമ്മൾ ഗുരുവായൂർ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ വളരെ നിർബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് തൃപ്രയാർ തൊഴുതിട്ടേ വരാൻ പാടുള്ളൂ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തി രാവിലെ. അപ്പോൾ അവിടെ നമ്മൾ എല്ലാവർക്കും അറിയാം വെടിവഴിപാട് ഭയങ്കര ഫേമസ് ആണല്ലേ. നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ ആക്ച്വൽ അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഈവൻ കണ്ണേട്ടനടക്കം അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അത്രേ. വേണമെങ്കിൽ ഞാൻ ആ ഒരു ചുരുക്കമായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അവർ പറഞ്ഞിട്ടുള്ളത് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു ശബ്ദമാണത്രേ ആ വെടിയുടെ ശബ്ദം. അതെന്ത് കാരണം കൊണ്ടാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മുഴക്കം എന്തുകൊണ്ടാണ് ഭഗവാൻ അത് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ, ഹനുമാൻ സ്വാമി സീതയെ കാണാൻ വേണ്ടി തെരഞ്ഞു പോയ സമയത്ത് കണ്ടേൻ സീതയെ എന്ന് അവിടുന്ന് ഭഗവാന് പറഞ്ഞിട്ടുള്ള അത്രയും ശബ്ദത്തോടു കൂടിയിട്ട്, അത്രയും ഗാംഭീര്യത്തോടു കൂടിയിട്ട് ഭഗവാന് അത് അറിയിച്ച ശബ്ദമാണ്. അങ്ങനെ വെടി പൊട്ടുന്ന പോലെയാണ് അത്ര ഭഗവാൻ ശ്രീരാമൻ്റെ കാതിൽ അത് കേട്ടത്. ആ കേട്ടത് ശബ്ദം വളരെ ഹാപ്പിനെസ് തരുന്ന ഒരു ശബ്ദമായതുകൊണ്ട് തന്നെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വെടി വഴിപാട് ഭയങ്കര ഫേമസ് ആണ്. ഭഗവാൻ അത്രയും കാതിലേക്ക് കേൾക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു
ഇതാണത്രേ, ശബ്ദമാണത്രേ. നമ്മൾ ആ ഓരോ വെടി പൊട്ടുമ്പോഴും കണ്ടേൻ സീതയെ എന്ന് ഭഗവാന് കേൾക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ ഇതെടുത്തിട്ടുണ്ടായിരുന്നു, ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു മീനൂട്ടിന്. ആദ്യമൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വരയ്ക്കും പോവാം, ഇപ്പൊക്കെ അവിടെ കിട്ടിയിരിക്കുന്നു. പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു വെടിവഴിപാടിന്. അതെല്ലാം നമ്മൾ അതിന് വേണ്ട ചീട്ടൊക്കെ അവിടെ കൊണ്ടുവന്ന് ആക്കി. അത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്ത് തന്നെ നിങ്ങൾക്കറിയാം അയ്യപ്പനുണ്ട്, ശാസ്താവുണ്ട്. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എള്ള് കിഴി എന്നുള്ളത്. ഞാൻ ഒരുപാട് പേരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ എള്ള് കിഴി കത്തിച്ച് വെക്കുന്ന ആ സ്ഥലം തൊട്ടു തൊഴുക എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതങ്ങനെ ചെയ്യരുത് കേട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ പ്രാരബ്ധം ഒഴിഞ്ഞു വെക്കുന്ന സ്ഥലമാണത്. അതിലേക്ക് തൊട്ട് തൊഴുകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. നിങ്ങൾ ഒഴിഞ്ഞിട്ട് അവിടെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വെക്കുക. അപ്പോൾ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആസ് യൂഷ്വൽ നമ്മൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ട് നല്ല മസാല ദോശയായിരുന്നു. ഞാനൊരു മസാല ദോശ, കിച്ചു ഒരു നോർമൽ റോസ്റ്റ്, മനുവും കണ്ണേട്ടനും പൂരി, ഇതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാടൻ ഫീലോട് കൂടിയിട്ടുള്ള ഒരു മസാല ദോശ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ആ ഏട്ടൻ എരിവും പുളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുട്ടായി തന്നിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ തേനൂർക്ക് റിട്ടേൺ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇത്രമാത്രം വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ളത് കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാം തന്നെ ഇഷ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.